കടലാക്രമണം രൂക്ഷമായതോടെ തീരപ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത. തിരുവനന്തപുരം വിഴിഞ്ഞത്തുനിന്ന് മത്സ്യബന്ധനത്തിന് പോയ 9 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ശക്തമായ കാറ്റിൽ കടലിൽ തെരച്ചിൽ ദുഷ്കരമാണ്. കടലിൽ പോയ പ്രിയപ്പെട്ടവർക്കായി തീരത്ത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഉറ്റവർ. വിഴിഞ്ഞത്തുനിന്ന് ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം ചേരുന്നു. ഗോപാൽ ഷീല സനൽ, മഴയൊന്ന് മാറി നിൽക്കുമ്പോൾ നന്നായി ഒന്ന് തെരച്ചിൽ നടത്താം എന്നൊരു പ്രതീക്ഷയായിരിക്കും അവിടെയുള്ള ആ കുടുംബങ്ങൾക്ക് ഉള്ളത്. തെരച്ചിൽ നടത്താൻ സാധിക്കുന്നുണ്ടോ? എവിടെയാണ് ഈ 9 പേർ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ശക്തമായ കാറ്റ് കടലിലെ തെരച്ചിലിന് പ്രതിസന്ധിയാകുന്നുണ്ട്. വിഴിഞ്ഞം മേഖലയിൽ നിന്ന് കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളിൽ ഇനി തിരിച്ചെത്താനുള്ളത് 9 പേരാണ്. തീരമേഖലയിൽ വലിയ ആശങ്കയാവുകയാണ്. കഴിഞ്ഞ ദിവസം പോയ 3 ബോട്ടുകളിലുള്ളവരിൽ 9 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഗോപാൽ ഷീല സനൽ, 12 പേരെയാണ് കാണാതായത്. അതിൽ 3 പേർ തിരിച്ചെത്തിയോ? ഇനി 9 പേരെയല്ലേ കണ്ടെത്താനുള്ളത്? സുജയാനി, 9 പേരെയാണ് കണ്ടെത്താനുള്ളത്. 2 വള്ളങ്ങളിലായി പോയ 8 പേരെയും കഴിഞ്ഞ ദിവസം വള്ളം പറഞ്ഞ് കാണാതായ സ്റ്റെല്ലസിനെയുമാണ് കാണാതായത്. ഇനി കണ്ടെത്താനായി ബാക്കിയുള്ളത് ഇപ്പോൾ അവരുടെ കുടുംബങ്ങൾ വിഴിഞ്ഞം സിന്ധ്യമാത്ര പള്ളിയിൽ പ്രാർത്ഥനയുമായി കാത്തിരിക്കുകയാണ്. ഏകദേശം എല്ലാവരുടെയും കുടുംബങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ കൂടുതൽ വൈകാരികമാണ് ദൃശ്യങ്ങളൊക്കെ. നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം. അമ്മയുടെ ആരാണ് കാണാതായത്? എന്റെ സഹോദരൻ റോബിൻസൺ. അമ്മേ, റോബിൻസൺ ചേട്ടന്റെ സഹോദരിയാണോ? സഹോദരിയാണ്, റോബിൻസന്റെ സഹോദരിയാണ് ഞാൻ. അതായത് ഇന്നലെ 5:30 മണിക്ക് ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് ഞങ്ങളിതാ ഈ രേഖ പറഞ്ഞിരുന്ന്, തമിഴ്നാട് രേഖയാണ് പറഞ്ഞത്. ആ രേഖ അനുസരിച്ച് ഇവിടെ നിന്ന് 4-5 വള്ളങ്ങൾ ഒത്തിരി ആൾക്കാരുമായി പോയിരുന്ന് അവർക്ക് അവരെ കണ്ടെത്തുവാൻ സാധിക്കാത്ത വണ്ണം അവരെത്രയും വേഗം അടുത്തടുത്ത രാജ്യങ്ങളിൽ, അടുത്തടുത്ത നാടുകളിൽ ഇറങ്ങി അവിടെ നിന്ന് വേറെ വണ്ടികൾ പിടിച്ച് വരികയും വരാതെയും ആൾക്കാരുണ്ട്. അങ്ങനെ കിടന്ന് ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇവർ ജീവനോട് കടലിലുണ്ട്. അവരെല്ലാം എത്രയും വേഗം ജീവനക്കാരുടെ മനസ്സുകൾ അലിഞ്ഞ് എത്രയും വേഗം കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ ഇറക്കി, ഹെലികോപ്റ്ററുകൾ ഇറക്കി ആ ജീവനെ രക്ഷിക്കുവാൻ കരുണയുണ്ടാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എത്രയും വേഗം ഞങ്ങൾക്ക് കരയ്ക്ക് കൊണ്ടെത്തിക്കണമേ എന്നൊക്കെയാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ അധികാരികൾ കൈക്കൊള്ളണം, അധികാരികൾ സ്വീകരിക്കണം. എത്രയും വേഗം സ്വീകരിച്ചുകൊണ്ട് ഈ ജീവനെ എല്ലാം കരയ്ക്ക് അടുപ്പിക്കുവാൻ ദയ തോന്നണമേ എന്ന് കേൾക്കുന്നു. ഭാര്യ ഇവിടെയുണ്ട്. അവസാനമായി എപ്പോഴാണ് സംസാരിച്ചത്? ഞാനും മോളുടെ പ്രസവത്തിനാണ് ആശുപത്രിയിലിരുന്നത്. ഞങ്ങൾ വ്യാഴാഴ്ച അവിടെ നോക്കാൻ വന്നിട്ടാണ് പുള്ളിക്കാരൻ പണിക്ക് പോയത്. അപ്പം മോൻ്റെ അടുത്താണ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പപ്പ അടുത്ത് കിടക്കുന്ന ഒരു മെഷീൻ റിപ്പയറാണ്, ഇപ്പം വരുമെന്ന് പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. മോൻ പോയിട്ടും തിരിച്ചാണ് വന്നിരിക്കുന്നത്. എങ്ങനെയും ഞങ്ങൾക്ക് കോസ്റ്റ് ഗാർഡും കപ്പലും ഇത് ഇറക്കി ജീവനെ തിരിച്ചു കൊണ്ടെത്തിക്കണം. 3 ദിവസമായി 28-ാം തീയതി വരെയാണ് പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് നല്ല ഇതായത് കൊണ്ടാണ് ചേട്ടൻ പണിക്ക് പോയത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ ജീവന് തിരിച്ചു കിട്ടിയാൽ മതി. റോബിൻസൺ ചേട്ടൻ സ്വന്തം ബോട്ടിലാണല്ലേ പോയത്? സ്വന്തം ബോട്ട് തന്നെ പോയത്. അത്തരത്തിൽ റോബിൻസന്റെ കുടുംബത്തിന്റെ പ്രതികരണമാണ് നമ്മൾ എടുത്ത് നമുക്ക് മറ്റുള്ളവരുടെ കൂടി പ്രതികരണം ഒന്ന് തേടാമെന്ന്. ചേട്ടാ, നമുക്ക് എന്തെങ്കിലും വിവരം അവരുടെ ഭാഗത്തു നിന്നുണ്ടോ? എന്തെങ്കിലും വിവരം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ അവരുടെ അടുത്ത്? കോസ്റ്റ് ഗാർഡിലും എല്ലാ ഇതിലും നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി നേരത്തെ. അപ്പോൾ അവർ ഇതുവരെയും നമുക്ക് വേറെ ഒരു അപ്ഡേറ്റ് തന്നിട്ടില്ല. ആരെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നമുക്കൊരു അപ്ഡേറ്റ് തന്നിട്ടില്ല ഇതുവരെ. നമ്മുടെ ആവശ്യം എന്താണ്? ഇപ്പോൾ ഈ പരിശോധന ഇപ്പോഴും ബോട്ടിൽ അവർ ജീവനോടെ ഇരിക്കുകയാണ്. ഒന്നും മറിയുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ 5:30 വരെ വിളിച്ചു സംസാരിച്ചു. വൈകുന്നേരം 5:30 വിളിച്ച് സംസാരിച്ചു. ഈ നാട്ടിക്കൽ അവർ മയിലും കാര്യങ്ങളും പറഞ്ഞായിരുന്നു. അത് നമ്മൾ കറക്റ്റായിട്ട് അവരെയും പറഞ്ഞിട്ടു, കോസ്റ്റ് ഗാർഡിലെയും അതിൻ്റെ അധികാരപ്പെട്ട സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതുവരെയും അവർ പോയിട്ടുണ്ടോ, അവരെ കണ്ടുവെത്തിയോ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ. ഇപ്പോഴത്തെ തെരച്ചിൽ കാര്യമായി നടക്കുന്നുണ്ടോ? അതിലെന്തെങ്കിലും ഫലമുണ്ടോ? ഞങ്ങളുടെ ഭാഗത്ത് നിന്നു ഞങ്ങളുടെ അനിയന്മാരും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും ഇതിന് പോയായിരുന്നു, തെരച്ചിലിന് പോയി. ഇന്ന് രാവിലെ ആണ് എത്തിയത് തിരിച്ച്.
പിന്നെ ഒരു ബോട്ട് എത്താൻ പറ്റാത്തത് വെളിയിൽ വേറൊരു സ്ഥലത്ത് കയറി അവർ പിന്നെ ഹോട്ടൽ വരെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ഗാർഡിൻ്റെ നിന്നോ നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു ഇതിന്നോ ഒരു അപ്ഡേറ്റ് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. അവരെ കണ്ടിട്ടുണ്ടോ, ആരെങ്കിലും കണ്ടിട്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുവരെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. അത്തരത്തിൽ ഇവരെന്താണ് സംഭവിച്ചത്, എവിടെയാണുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇല്ലാത്തതാണ് ഇവരുടെ പ്രശ്നം. അതൊരു വലിയ ആശങ്കയാണ്. കാരണം കടലിലേക്ക് പോകുന്നവർ അവർ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾ, അവരുടെ കണ്ണീരാണ്, വേദനയാണ് ഗോപാൽ ഇപ്പോൾ പ്രേക്ഷകരെ കാട്ടിത്തന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയതിൽ 3 ബോട്ടുകളിൽ ഉണ്ടായിരുന്നവരിൽ 8 പേരാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. വള്ളം മറിഞ്ഞ് കാണാതായ ഒരാൾ കൂടി ചേർക്കുമ്പോൾ 9 പേർ ആ തീരത്തേക്ക് മടങ്ങിയെത്താനുണ്ട്. കണ്ണീരോടെ കാത്തിരിക്കുകയാണ് തീരത്ത് അവരുടെ ഉറ്റവർ. അവർ തിരികെ എത്തും സുരക്ഷിതരായി തന്നെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാറ്റും കോളും തുടങ്ങുമ്പോൾ കടലമ്മ തന്നെ അവരെ സുരക്ഷിതരായി തിരികെ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് വിഴിഞ്ഞത്തെ അവരുടെ പ്രിയപ്പെട്ടവർ.